സ്വാഭാവികമായും താങ്കൾക്ക് വ്യക്തിപരമായ കാര്യത്തിന് പോലും മറുപടി ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല. അല്ല, വ്യക്തിപരമായ കാര്യത്തിന് മറുപടി പറയുന്നില്ല. അത് കേരളം മുഴുവൻ കണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇവിടെ ജിൻഡോ ജോൺ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ജിൻഡോ ജോൺ പറഞ്ഞു എന്തോ വലിയ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സ്വീകരിച്ച നിലപാട് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ജിൻഡോ ജോൺ ഈ ഗവൺമെൻറ്റിനെതിരാണ്. അതുപോലെ തന്നെ ഈ പ്ലീഡർമാരുടെ നിയമനം അതിൽ ഗവൺമെൻറ്റിനെതിരാണ്. അതുപോലെ തന്നെ വന്ദേ മാതരം ഗവൺമെൻറ്റിനെതിരാണ്. അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയിൽ ചില വരേണ്യ താല്പര്യങ്ങൾ കടന്നു വന്നത് അതിന് ജിൻഡോ ജോൺ എതിരാണ്. പിന്നെ BJPക്ക് വേണ്ടിയാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഈ കേരളത്തിൽ BJPക്ക് ആവശ്യമായിട്ടുള്ള നിലമൊരുക്കി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് RV ബാബുവും ഈ പറയുന്ന ശശികല ടീച്ചറും. ഈ പറയുന്ന ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന BJPക്ക് വേണ്ടിയുള്ള നിലമൊരുക്കി കൊടുക്കുമ്പോൾ RV ബാബുവിനെയും ശശികല ടീച്ചറെയും തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിട്ട് സ്വീകരണം കൊടുക്കുന്ന, അതിനുശേഷം വന്നിട്ട് RV ബാബു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞങ്ങൾ വളരെ അനുഭാവപൂർവ്വം കേട്ടു എന്ന് പറയുമ്പോൾ ഒരു മരപ്പട്ടിയുടെ വില പോലും കേരളത്തിൻ്റെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുക്കാത്ത മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു മരപ്പട്ടി മൂത്രമൊഴിച്ച കഥ പറഞ്ഞല്ലോ. ആ മരപ്പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കേരളത്തിൻ്റെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോ ജിൻഡോ ജോണിനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുക്കുന്നില്ല. KSUവിലൂടെ വന്ന, യൂത്ത് കോൺഗ്രസിലൂടെ വന്ന, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ കൊടുക്കാത്തതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ പറയുന്ന KSUവിൻ്റെ നേതാക്കൾ അഭിപ്രായം പറയുന്നുണ്ട്, ജിൻഡോ ജോൺ അഭിപ്രായം പറയുന്നുണ്ട്. അഭിപ്രായം പറയേണ്ടി വരുന്നത് ഇതുപോലെ പാർട്ടിക്കകത്ത് പറയാൻ അവസരമില്ലാത്തത് കൊണ്ടാണ്. എന്നും പറയാനുള്ള ആർജവും ജിൻഡോ ജോൺ ഉണ്ടാകണം. പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് പറയാൻ എന്തൊരു അവസരമുണ്ടോ? ഏതെങ്കിലും വേദി നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ടോ? അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണെന്ന് അറിയാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട്, സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് മാതൃഭൂമി ചാനലിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും വന്ന അഭിപ്രായം പറയേണ്ടി വരുന്നു എന്ന നിങ്ങളുടെ നിവൃത്തികേടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് അഭിപ്രായം പറയുന്നത് നല്ല കാര്യമാണ്. ആ അഭിപ്രായം പറയേണ്ടി വരുന്നത് ഇതുപോലെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് നാട് ഭരിക്കുന്നത് കൊണ്ടാണ്. ഗോൾവൾക്കർക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന് വിളക്ക് കൊളുത്തിയ ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഗവർണർ വിളിച്ച യോഗത്തിൽ ഇവിടെ പങ്കെടുത്തവർ മാപ്പ് പറയണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ അവർ മാപ്പ് പറയണം എന്ന് പറഞ്ഞ VD സതീശനോട് ഞങ്ങൾ ചോദിക്കുന്നത്, അന്ന് ഗോൾവൾക്കറുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് വിളക്ക് കൊളുത്തിയില്ലേ, അതിനങ്ങ് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ഈ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കാണാൻ അവസരം ചോദിച്ചപ്പോൾ നിങ്ങൾ അവസരം കൊടുക്കാതെ RV ബാബുവിന് അവസരം കൊടുത്തില്ലേ, നിങ്ങൾ മാപ്പ് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനായ നിയാസ് അദ്ദേഹം അഭിപ്രായം പറഞ്ഞപ്പോൾ ആ അഭിപ്രായത്തിന് പുല്ല് വില പോലും കൊടുക്കാതിരുന്നതിന് നിങ്ങൾ മാപ്പ് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ CPMുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്താണ് പറയുക. DYFIയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്താണ് പറയുക. നിങ്ങൾക്ക് പാർട്ടിക്കകത്ത് പറയാൻ അവസരമില്ലാതിരിക്കുമ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ആലങ്കാരികമായ ഒരു വാക്കല്ലാതെ അതിനപ്പുറത്ത് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ അവസരമില്ലാതിരിക്കുന്നു. അതുപോലെ തന്നെ RSSന് മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന, അതിന് മുമ്പിൽ നമിച്ചു നിൽക്കുന്ന ഒരാൾ കേരളത്തിന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇതുപോലെ ഇത് മദ്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ തീരുമാനമെടുക്കാൻ ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ ചാടിക്കയറി തീരുമാനമെടുക്കാൻ പറ്റുമോ എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിക്കുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ഫയൽ നീങ്ങിയല്ലോ. ADGPയുമായി ബന്ധപ്പെട്ട കണ്ണു കലങ്ങി, ആര് പറഞ്ഞതുപോലെ കണ്ണു കലങ്ങി, ഹൃദയം വിങ്ങി, തൊണ്ടയിടറിക്കൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ തല്ലി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ മുന്നിൽ വളരെ വൈകാരികമായി അവതരിപ്പിച്ച വിഷയമാണല്ലോ. ആ വിഷയത്തിൽ എന്ത് നിലപാടാ സ്വീകരിക്കാനുള്ളത്? ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ അങ്ങനെ സ്വീകരിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങളുള്ള RSS താല്പര്യങ്ങളുള്ള കാര്യങ്ങൾക്ക് നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് സമയം പ്രശ്നമല്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ സമയം പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. MR അജിത് കുമാറിന്റെ വിഷയത്തിൽ CPMന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നോ വേണ്ട എന്നാണോ? അല്ല, ഞങ്ങൾ പറയുന്നത് അവരാണല്ലോ നടപടി എടുക്കുമെന്നും ഇത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ച് അവരാണല്ലോ പറഞ്ഞത്, ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. ആ പറഞ്ഞ നിലപാടിൽ ഇപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ശരി.